ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കതിരിയിലേക്ക് കേട്ടോ പോണത്. കതിരി എന്ന് പറയുന്ന ഞങ്ങളെ നാട്ടിന്റെ അടുത്തുള്ള പാർക്കാണ്. അവിടെ പോയാൽ നല്ല രസാണ്. അവിടെ കുറെ മുയലിനെ കാണാം, അരയന്നങ്ങളെ കാണാം. നമുക്ക് കാണാൻ ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇന്ന് മഴയുള്ളതുകൊണ്ട് ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. ഞങ്ങൾ അവിടെ കുറെ നടന്നു കണ്ടു. ഇവിടെ എല്ലാം മരങ്ങളൊന്നും കേടുവരുത്താതെ ഉണ്ടാക്കിയ ഈ പാർക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ജലചക്രം. എനിക്ക് കയറാൻ പറ്റാത്തോണ്ടാട്ടോ ഏട്ടൻ കയറിയത്. എനിക്കും കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ സമ്മതിച്ചില്ല. നിങ്ങളുടെ നാട്ടിലെ പാർക്കിൽ എവിടെങ്കിലും ഇതുണ്ടോ ഈ ജലചക്രം? അവൻ ചവിട്ടാൻ പൊള്ളിയാണ് കേട്ടോ. അപ്പുറത്ത് കണ്ടോ നേരെ വയൽ പോലെ. ഒക്കെ പാർക്കിൽ വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത സൂപ്പർ ആവൂട്ടോ. ആരാ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു. ഞാനും കുറെ നേരം കളിച്ചു കേട്ടോ. നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ചുറ്റിപ്പുറത്തേക്ക് പോകുന്നതിന്റെ മുമ്പ് പാർക്കിൽ കയറാന്ന് വിചാരിച്ചതാണ് ഞങ്ങള്. ഞാൻ ഓടി വരുന്ന കാണാൻ നല്ല രസല്ലേ. അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. തെങ്ങില്ലാത്ത തെങ്ങാട്ടോ, അത് പേടിക്കാതെ നിന്നത്. പിന്നെ ഞാൻ ഓടിപ്പോയ സ്ഥലത്ത് നല്ല ഭംഗില്ലേ. ഇതൊക്കെ പണ്ട് അവർ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളാണ്. ഞാൻ അവിടുത്തെ പാർക്കിലേക്ക് കയറി. മഴ ആയതുകൊണ്ട് സ്ലൈഡർ ഒന്നും ഒരു സുഖമല്ല. പിന്നെ ഞങ്ങൾ നേരെ ഈ പുരുവിന്റെ ഗുഹയ്ക്കാട്ടോ ഞങ്ങൾ കയറിയത്. ഉള്ളിൽ ഭയങ്കര ഇരുട്ടായിരുന്നു. എനിക്ക് നല്ല പേടിയായിരുന്നു. ഡഗൈസിക്കൊന്നും പേടിയൊന്നായിട്ടില്ല കേട്ടോ. പിന്നെ നേരെ പോയത് ഊനാലിലേക്കാണ്. ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ നേരം ആടാൻ പറ്റി. മഴയായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആളുകളൊക്കെ കുറവ്, അതുകൊണ്ട് ഊനാലാടാൻ കുറേ നേരം പറ്റി. നേരെ പോയത് ലവ് ബേർഡ്സിൻ്റെ അടുത്തേക്കാണ്. 2 ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കൂട്ടയിൽ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങളെ വീട്ടിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ രസമൊന്നും തോന്നില്ല. അതുകൊണ്ട് വേഗം പാർക്കിൽ നിന്ന് ഇറങ്ങി. ഈ തൂക്കിയിട്ടിരിക്കുന്ന ചെടികളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയില്ലേ. ഈ കിണർ കണ്ടോ? ഈ കിണർ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ ആ കിണറിൽ നിന്ന് വെള്ളം കോരുകയാണ്. പക്ഷെ ഇതിൻ്റെ ആഴം കാണിച്ചു തരട്ടെ, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സെറ്റപ്പാണ്. പണ്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ രൂപങ്ങളാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ നേരെ പോയത് ഐസ്ക്രീം വാങ്ങാനാ. ഞാൻ കഴിച്ചില്ല, ഏട്ടനും അമ്മയും മാത്രമേ കഴിച്ചിട്ടേ ഉള്ളൂ. നല്ല രസല്ലേ. ഇടുമ്പോൾ തൂക്കുപാലം നല്ലവണ്ണം ഇളകും, അപ്പം നമുക്ക് പേടിയാവും. തൂക്കുപാലത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൽ വലിയ വലിയ മീനുകളുണ്ട്. ഞങ്ങൾ കുറേ വലിയ മീനുകളെ കണ്ടു. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെയും ഒന്നും കൂടി പാർക്കിലേക്ക് കയറി. കാരണം പാർക്കിലെല്ലാവരും മുതിർന്നവർ ഇരിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എഴുതി വെച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ അമ്മേനെ നിർബന്ധിച്ച് ഊനാലാടി. പിന്നെ ഞങ്ങൾ കുറേ നേരം ഊനാലിലാടി. ഈ ബോട്ടിൽ കയറാൻ നോക്കി, പക്ഷെ ബോട്ടിൽ നല്ല വെള്ളമായതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ സമയം 6:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി അവിടുന്ന്. അപ്പോഴാണെങ്കിലോ നല്ല മഴയും പെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ബൈ ബൈ.